നമ്മളൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, പ്രിന്റർ, LED മോണിറ്റർ തുടങ്ങിയ വിലപിടിപ്പുള്ള പല ഉപകരണങ്ങളുടെയും ചാർജറും അഡാപ്റ്ററും കേടായാൽ അതേ വോൾട്ടേജിലും പിന്നിലുമുള്ളത് കിട്ടുന്നില്ലെങ്കിൽ ആ ഉപകരണം തുടർന്ന് ഉപയോഗിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ വീഡിയോ. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ആക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു യൂണിവേഴ്സൽ അഡാപ്റ്ററാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉപകരണത്തിൻ്റെ അഡാപ്റ്ററോ ചാർജറോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതുപോലത്തെ ഒന്ന് വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ വെച്ചിട്ട് നിങ്ങളുടെ ഉപകരണം വീണ്ടും പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്ന വോൾട്ടേജുകളാണ്. ഇതിൽ 12 മുതൽ 19 വരെയുള്ള വോൾട്ടേജുകൾ നമുക്ക് 4.5 ആംപിയറിലും 20ഉം 24ഉം വോൾട്ടുകൾ 4 ആംപിയറിലും ഔട്ട്പുട്ട് കിട്ടും. 95 മുതൽ 265 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുക്കാവുന്ന ഈ SMPS അഡാപ്റ്ററിൻ്റെ മറ്റെല്ലാ സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ ബോക്സിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബോക്സിൽ കാണിച്ചതുപോലെ തന്നെ LED TV, LED മോണിറ്റർ, ക്യാമറ, പ്രിൻ്റർ തുടങ്ങി ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തരം ഉപകരണങ്ങളും നമുക്ക് ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. ഇനി ഈ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്ററിനെ നമുക്ക് ആവശ്യമുള്ള ഒരു അഡാപ്റ്റർ ആക്കിയിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിൽ സാധാരണ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ പവർ കോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ പവർ കോഡ് ആദ്യം അതിൻ്റെ ഫീമെയിൽ സോക്കറ്റിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ നിങ്ങൾക്ക് കാണാം. അതിനൊക്കെ നേരെ അതിൻ്റെ വോൾട്ടേജും എഴുതിയിട്ടുണ്ട്. 12 മുതൽ 24 വോൾട്ട് വരെയുള്ള വോൾട്ടേജുകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു സ്വിച്ചും കാണാം. അതാണ് അതിൻ്റെ വോൾട്ടേജ് സെലക്ടർ സ്വിച്ച്. അപ്പോൾ നമ്മളത് നീക്കുന്നതിനനുസരിച്ച് ഇതിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് ഒരുപാട് പിന്നുകളുണ്ട്, വ്യത്യസ്ത വലുപ്പത്തിലുള്ള പിന്നുകൾ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് ഇതിൽ ഏത് തരം പിന്നാണോ വേണ്ടത് ആ ഒരു പിന്നും സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനനുസരിച്ചുള്ള അഡാപ്റ്റർ സെറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു അഡാപ്റ്ററിൻ്റെ ഔട്ട്പുട്ട് വയറിൽ ഇതുപോലെ ഒരു ഫീമെയിൽ സോക്കറ്റാണുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പിൻ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് ആ ഒരു ഫീമെയിൽ സോക്കറ്റിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇനി ഞാനിതൊന്ന് പ്ലഗ് ചെയ്ത് ഓണാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതിന് നേരെയുള്ള വോൾട്ടേജാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് നീക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഈ ഇൻഡിക്കേറ്റർ ഏത് വോൾട്ടേജിന് നേരെയാണോ കാണിക്കുന്നത് അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഉപകരണത്തിൻ്റെ വോൾട്ടേജ്, വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് എത്രയാണോ അത് നോക്കിയിട്ട് നമ്മൾ അതിന് നേരെ അതിൻ്റെ സ്വിച്ച് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അത്രയും തന്നെ നമുക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 18 വോൾട്ടിൽ നമ്മൾ സെലക്ട് ചെയ്തു, 18 വോൾട്ട് ഔട്ട്പുട്ട് ഉണ്ട്. അതുപോലെ 12 വോൾട്ട് സെലക്ട് ചെയ്തപ്പോൾ 12ഉം. ഇനി ഞാനിതൊരു ചാർജർ മിസ്സിംഗ് ആയ ലാപ്പുമായിട്ട് കണക്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ചാർജർ നമ്മുടെ കൈവശം ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ എല്ലാ ഉപകരണങ്ങളിലും ഇതുപോലെ ഒരു ലേബൽ ഉണ്ടാവും. അതിന് എത്ര കറണ്ട് ആവശ്യമുണ്ടെന്നും അതിൻ്റെ വർക്കിങ്ങിന് വേണ്ട വോൾട്ടേജ് എത്രയാണെന്നും എല്ലാം ഇത്തരം ലേബലുകളിൽ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് 12 വോൾട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ്. അതുപോലെ ഇതിൻ്റെ പിന്നിൻ്റെ വലിപ്പം നമുക്ക് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. അതിലേക്ക് പാകമായിട്ടുള്ള ഒരു പിന്ന് നമ്മുടെ ഈ പിന്നിൻ്റെ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യണം. അതിന് പാകമായിട്ടുള്ള പിന്ന് അതിൽ നിന്നും ഊരിയെടുത്ത ശേഷം നമുക്ക് അത് അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള പിന്ന് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റിലേക്ക് വളരെ പാകമായിട്ട് തന്നെ കയറുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിന്നിനെ ഈ അഡാപ്റ്ററിൻ്റെ ഔട്ട്പുട്ട് വയറിലുള്ള ഈ ഫീമെയിൽ സോക്കറ്റിലേക്ക് പ്രസ് ചെയ്ത് വെക്കണം. അതിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകുന്ന പേടിയൊന്നും പേടിക്കേണ്ടതില്ല. കാരണം അതിൻ്റെ പിന്നുകൾ രണ്ടും വലിപ്പ വ്യത്യാസമുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അതിൽ കയറിയിരിക്കുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള ഉപകരണത്തിന് എത്ര വോൾട്ടാണോ ആവശ്യമുള്ളത് അത്രയും വോൾട്ടേജാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ലാപ്പിന് 12 വോൾട്ടാണ് ആവശ്യമുള്ളത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ചാർജിങ് സോക്കറ്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്, ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചതുപോലെ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും പിന്നുകളും ഒക്കെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും പിന്നുകളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഉപകരണവും വർക്ക് ചെയ്യിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സൽ പവർ സപ്ലൈ വാങ്ങുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾ കാണുന്നതിനുമൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്